അയ്യോ എനക്കില്ലല്ലോ അന്നത്തെ പോലെ ആയ ഇതാണ് ഇത് ഇവിടെ ഇടാത്തത് ബാങ്കിൽ. 1000 പോയി. നമ്മളെ യൂണിയൻ ബാങ്ക് വന്നിട്ട് സൂപ്പർ ടാപ്പ് തന്ന്. ഈ യൂണിയൻ ബാങ്കിൽ ആരും കൊണ്ട് പൈസ ഇടില്ല സത്യം പറയാലോ. എൻ്റെ പൈസ ATM ഡെപ്പോസിറ്റ് ചെയ്തായിരുന്നു. ആ പൈസ അങ്ങോട്ട് പോയി. എൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ വീണുമില്ല. പൈസ അതിൽ കിടക്കുകയും ചെയ്യണം. ആ പട സ്റ്റക്കായി നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ബാങ്ക് അവധിയാണ്. ചോദിക്കാനും പറ്റില്ല. ചോദിച്ചാൽ പോലും കിട്ടണ 2 ദിവസം എടുക്കുള്ളൂ. ഇപ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാരെ ഗതിയുണ്ട. ഒരു 1000 രൂപ പോയി കയ്യിൽ നിന്ന്. ഓക്കെ അപ്പോൾ പോകുന്ന അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ സൂപ്പർ ലൊക്കേഷനാണ്. ഇതുവരെ പോകാത്ത ലൊക്കേഷനാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? വാ വാ സൂപ്പർ കേട്ടാ. വണ്ടി ലുക്കല്ലേ, ഒരു രക്ഷയില്ല. അപ്പോൾ പോകുന്ന റൈഡ്. അപ്പോൾ ഇത് സൊമാറ്റോ വ്ളോഗ് നമ്പർ 95 ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 13, 2024. അപ്പോൾ പോകുന്ന വേറെ വിഷയമൊന്നുമില്ലോ. മണി ഇപ്പോൾ കറക്റ്റ് 12 മണിയായിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് അടിക്കുന്ന വെയിലുണ്ടോ? വെയിലില്ല, മഴ കണ്ടോ? ഭയങ്കര മഴയല്ലേ. ഇപ്പോൾ മഴ കുറഞ്ഞ് ശരി കുഴപ്പമില്ല. അപ്പോൾ മഴയത്തെ ഉള്ളതാണ് ഈ സൗണ്ട്. മഴ പെയ്താൽ നല്ലത്. ഇനി നമുക്ക് ഇത് വലിയ മഴയില്ല, നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക നിൽക്കില്ല. ഓക്കെ ബൈ, സീ യു. ഇത്തിരി മഴ കുറഞ്ഞിപ്പം. നേരത്തെ നല്ല മഴ ഉണ്ടായിരുന്നു. ശരി ഓക്കെ. ഫോണ്, പേഴ്സ്, ഹെഡ്ഫോൺ, റെയിൻകോട്ടെല്ലാം അടുത്തല്ലോ. ശരി ശരി എന്നാൽ. അപ്പോൾ ഇന്നത്തെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 11 to 3 ആണ്. ആദ്യത്തെ 1 മണിക്കൂർ ഓർഡർ അടിച്ചില്ല. ആ സമയത്ത് ക്യാമറ സെറ്റിങ്സ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓർഡർ അടിക്കാതെ ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ ഇപ്പോൾ പോകുന്ന പൂജപ്പുര മെയിൻ റോഡല്ലേ, അവിടെ പോയാൽ ഓർഡർ അടിച്ചോളൂ. ഇപ്പോഴും പറയാൻ പോലെ തന്നെ എല്ലാം അറിയാലോ കാര്യങ്ങളൊക്കെ. ചുമ്മാ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കാമോൺ ഗൈസ്, കട്ടൊക്കെ ഇരിക്കണം. വാ, മഴയത്ത് നനഞ്ഞോണ്ട് പോവാം. വാ 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 വാ. ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ ഇരിക്കണം. പറ. മഴയത്തെ റൈഡ് എന്ന് പറഞ്ഞ സുഖമാണല്ലേ. വാ. നമ്മൾ ഇറങ്ങുമ്പോൾ മഴ പയ്യെ കുറഞ്ഞ് മഴ ഇല്ലാതാവും. അതാണ് ഇപ്പോഴും ഉള്ളതാണ്. മഴയാണ് കണ്ടന്റ്. ശരി വാ പോവാ. ഓക്കെ, നമ്മളതിന് പൂജപ്പുര മെയിൻ റോഡെത്തി. ഒരു ചെറിയ ജോലിയുണ്ട്. നമ്മൾ അക്കൗണ്ടിൽ ഒട്ടും പൈസ ഇല്ല, ഡെപ്പോസിറ്റ് ചെയ്യണം പോയി. കാരണം ഇന്നലെ അടിച്ച് കംപ്ലീറ്റ് ക്യാഷ് ആയിരുന്നു. ക്യാഷ് ഓൺ ഡെലിവറി കംപ്ലീറ്റ് ക്യാഷ് കയ്യിലിരിക്കുകയാണ്. അപ്പോൾ ഈ ക്യാഷ് കംപ്ലീറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ശരിയാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഓർഡർ ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ബ്ലോക്ക് ആവും. പിന്നെ ഇന്ന് ഇറങ്ങി ലാസ്റ്റായപ്പോൾ. ഓക്കെ, ATM വർക്കിംഗ് ആണോ? തച്ചുകളല്ലേ. എപ്പോൾ നോക്കിയാലും ATM കംപ്ലൈൻറ്റ് കാണിക്കും. അത് എന്തിനാണെന്തോ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ഹെൽമെറ്റ് വെച്ചുകൊണ്ട് കയറാൻ പാടില്ല, വേറെ നിവർത്തിയില്ല. കാരണം ഫുള്ള് മഴ ആയതുകൊണ്ട്. ഓക്കെ, ഓക്കെ, ഓർഡർ അടിച്ച് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. സെൽഫ് സേവിങ്സ്. അപ്പോൾ നമ്മൾ 1000 ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയാണ്. ഓക്കെ, 1000 കൂടുതൽ പൈസ ഉണ്ട്, പക്ഷേ 500 നോട്ട് എടുക്കുള്ളൂ. അതാണ് പ്രശ്നം. ഓക്കെ, റെഡി വന്നു. അടുത്ത ഓർഡറിൽ ഫസ്റ്റ് ഓർഡർ. ഓക്കെ, കൺഫേം. പെട്ടെന്നാ തേച്ചാ. അയ്യോ എനക്കില്ലല്ലോ. പക്ഷെ എൻ്റെ അമ്മ അന്നത്തെ പോലെ ആയ ഇതാണ് ഇത് ഇവിടെ ഇടാത്തത് ബാങ്കിൽ. 1000 പോയി. ഇനി ഇത് കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കണം. യൂണിയൻ ബാങ്കിൽ പോയിട്ട് കൊടുത്താൽ മാത്രമേ അവർ ഇനി റീഫണ്ട് ചെയ്യുള്ളൂ. കലി വരണം, അടിച്ച് പൊട്ടിക്ക് നോക്കി യൂണിയൻ ബാങ്ക് ഇപ്പം. ഓക്കെ പോന്നാ. നമ്മളെ യൂണിയൻ ബാങ്ക് വന്നിട്ട് സൂപ്പർ ടാപ്പ് തന്ന്. ഈ യൂണിയൻ ബാങ്കിൽ ആരും കൊണ്ട് പൈസ ഇടില്ല സത്യം പറയാലോ. പൈസ ഇട്ടാൽ ഇതുപോലെ സമയത്തൊക്കെ അത്യാവശ്യ സമയത്തൊക്കെ ഡെപ്പോസിറ്റ് ആവില്ല. ഓക്കേടാ രാശപ്പെടാ. പൈസ ഇട്ടാ. താങ്ക്സ്ടാ, ഒരുപാട് നന്ദിയുണ്ട്. വ്ളോഗ് ഉണ്ടെന്ന്. ജോലി മാത്രമല്ല. ഓക്കെ, അപ്പോൾ പോകാന്നാ. അപ്പോൾ യൂണിയൻ ബാങ്ക് സൂപ്പർ ടാപ്പ് ഇട്ട് തന്നാൽ എൻ്റെ പൈസ ATM ഡെപ്പോസിറ്റ് ചെയ്തായിരുന്നു. ആ പൈസ അങ്ങോട്ട് പോയി. അപ്പോൾ എൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ വീണുമില്ല. പൈസ അതിൽ കിടക്കുകയും ചെയ്യണം. ആ പട സ്റ്റക്കായി നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ബാങ്ക് അവധിയാണ്. ചോദിക്കാനും പറ്റില്ല. ചോദിച്ചാൽ പോലും കിട്ടണ 2 ദിവസം എടുക്കുള്ളൂ. ആ പൈസ വരണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാരെ ഗതിയുണ്ട. ഒരു 1000 രൂപ പോയി കയ്യിൽ നിന്ന്. ഇപ്പോൾ ഒരു കൂട്ടുകാരിൽ നിന്ന് 1000 വാങ്ങിക്കണം കടമായിട്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, പിടിച്ച് നിൽക്കണം എനിക്ക്. വെറും പന്ന സർവീസാണ് യൂണിയൻ ബാങ്ക് കാണിക്കുന്നത്. അന്ന് ഇതുപോലെ ആയിരുന്നു. ഒരു സമയത്ത് അത്യാവശ്യ സമയത്ത് ഇതുപോലെ ബ്ലോക്ക് ചെയ്തു. ആർക്കും കൊടുക്കേണ്ട പൈസയായിരുന്നു, അത്യാവശ്യമായിരുന്നു. 1000 കൂടെ ഡെപ്പോസിറ്റ് ചെയ്ത സമയത്ത് അപ്പോഴിതുപോലെ സ്റ്റക്കായി ATM കംപ്ലൈൻറ്റ് ആയിപ്പോയി. കംപ്ലൈൻറ്റ് ആയ പൈസ തിരിച്ച് വന്നുമില്ല, ഡെപ്പോസിറ്റ് ആയുമില്ല അക്കൗണ്ടിലോട്ട്. ആ പാടെ വിഷമത്തിലായിപ്പോയി. വെറുത്ത് പോവും ഈ ATMൻ്റെ ഇത് കാരണം. സംഭവം ഇതുപോലെ ATM കംപ്ലൈൻറ്റ് ആകുമ്പോഴേ ഡെപ്പോസിറ്റ് ആയാലും കുഴപ്പമില്ല, തിരിച്ച് വന്നാൽ മതിയായിരുന്നു. തിരിച്ച് വന്നുമില്ല, ഡെപ്പോസിറ്റും ആയില്ല. അപ്പോൾ എങ്ങനെ വരും ആലോചിച്ചു. കയ്യിലുണ്ടാകുന്ന ആ പടം 1000 ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ പണി തന്നു കഴിഞ്ഞാൽ നമ്മളപ്പോൾ ആൾക്കാർ എങ്ങനെ ജീവിക്കും? ഇപ്പോൾ എനിക്ക് പോട്ടെ 1000 രൂപ, ചില ആൾക്കാരൊക്കെ 5000, 10,000 ഡെപ്പോസിറ്റ് ചെയ്യാൻ വരും. ചില ആർക്ക് കൊടുക്കേണ്ട പൈസ ആയിരിക്കും അത്യാവശ്യമായിട്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യുമ്പോൾ വെറുത്തു പോവും യൂണിയൻ ബാങ്ക്. ഇപ്പോൾ ആര് മാത്രമേ ഉള്ളൂ. ഒരു ATM നല്ലപോലെ സർവീസ് വെക്കാൻ നമുക്ക് പോക്കില്ല. പറയേണ്ട കാര്യങ്ങൾ പറയണം. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ശരി പറഞ്ഞേ പറ്റൂ മാർക്ക്. ഞാൻ ഇപ്പോൾ എന്താ കഷ്ടപ്പെട്ട് തരാമോ ഈ പൈസ ഉണ്ടാക്കിയത്. ഇന്നലെ കംപ്ലീറ്റ് രാത്രി മഴ തോടിയിട്ടാണ് പൈസ റെഡിയാക്കി. ഈ പൈസ നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ വിഷമമായിരിക്കും. പൈസ വരില്ലെന്ന് പറയണില്ല. ഇന്ന് അത്യാവശ്യത്തിന് പൈസ നമ്മൾ എവിടെ പോകും? തിങ്കളാഴ്ച പോയി ലെറ്റർ എഴുതി കൊടുത്ത് ആ ഡേറ്റ് കൊടുത്ത് ആ ബില്ല് വേണമെന്ന് പറയാം. ബില്ലിൻ്റെ കാണാനില്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് രാഷ്ട്രീയ ബില്ലെടുത്ത് കളഞ്ഞേ. പിന്നെ ആലോചിച്ച് ബില്ല് വേണമെന്നുള്ള കാര്യം. കമ്പനി ബില്ല് കൊടുക്കാമെന്ന് ലെറ്റർ എഴുതി കൊടുക്കും. അത്ര തന്നെ ലെറ്റർ എഴുതി കൊടുത്ത് തരാൻ പറയും. ഇന്ന് 2ാം ശനിയല്ലേ, ബാങ്ക് അവധി. അല്ലെങ്കിൽ ചോക്കിയാന്ന് കറി.
ടെക്നോളജി ഡെവലപ്പ് എന്ത് പ്രയോജനം? നല്ലപോലെ ഒരു ATM സർവീസ് ഇല്ല നമ്മുടെ നാട്ടിൽ. ബാക്കിയുള്ള ATM ഇങ്ങനെയില്ല. കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ പൈസ തിരിച്ച് വരും. ശരി, പറഞ്ഞ കാര്യമില്ല, വാ, കൂടുതൽ പറഞ്ഞ് കത്തി വെക്കണ്ട. ശരി, വാ, പെട്രോൾ അടിച്ചിട്ട് വാ. രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ നടക്കുമ്പോഴേ 200. ഓക്കെ, അപ്പോൾ പോകാം. ഫുള്ളി മൂഡ് ഓഫ്. നല്ല ആക്റ്റീവിൽ ഇറങ്ങിയാണ്. എന്ത് ചെയ്യാൻ, പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, വാ, കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. അല്ലേ, എന്ത് വശം വന്നാലും നഷ്ടം വന്നാലും വെളിയിൽ ചിരിച്ചാൽ അകത്ത് കരയാണല്ല, ദേഷ്യം, ഇറിറ്റേഷനായി ഇങ്ങനെ നടക്കുമ്പോൾ. തടസ്സം വരാതെ നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ എന്തെങ്കിലും തടസ്സം മാറി പറഞ്ഞു. ഇനി മേലെ യൂണിയൻ ബാങ്കിൽ പൈസ ഇടില്ലല്ലോ, തീർന്നല്ലോ, നിർത്തി. നിർത്തിക്കോ, അത് ഈ പൂജപ്പുര ATM ഭയങ്കര മോശം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ അടിച്ച സ്ഥലം എന്ന് പറയുന്നത് വഴുതക്കാടാണ് പോകേണ്ടത്, ബാർബിക്യൂ സ്പേസ് റെസ്റ്റോറൻറ്റിൽ. ഓക്കെ, ബാർബിക്യൂ സ്പേസ് എത്തിയിട്ടുണ്ട്. റീച്ച് ലൊക്കേഷൻ റെഡി ആയില്ല, വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡിയായി. 6683. ഫസ്റ്റ് ഓർഡർ ഐശ്വര്യമായിട്ട് കൈപ്പറ്റിയുണ്ട്. ഇതെങ്കിലും ഐശ്വര്യമായിട്ട് കൈപ്പറ്റിയില്ലോ, പൈസയെ കൈപ്പറ്റാൻ പറ്റിയില്ല. ഓക്കെ കേട്ടാ, അപ്പോൾ മഴയൊക്കെ നിന്ന് വ്ളോഗും ചെയ്യണം, ജോലിയും നോക്കണം, മാപ്പും നോക്കണം, ഓർഡർ ഐറ്റം മാച്ചും പറയണം. എല്ലാ ജോലിയും ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ. വിചാരിക്കുമ്പോഴല്ല സൊമാറ്റോ വ്ളോഗ്. ഞാൻ പിന്നെ ചെയ്ത് ശീലിച്ചിട്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കൊഞ്ചിറവിളയാണ്. ഇവിടെ 6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം റുമാലി ഷവർമ, റുമാലി റൊട്ടി, ചിക്കൻ എന്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ഓർമ്മയില്ല എന്തൊക്കെയാണല്ലോ. ആ പടം മൈൻഡ് അപ്സെറ്റ് ആയിക്കാണ്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ നല്ല മഴയാണ്, അത് കണ്ടല്ലോ, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. മണി ഇപ്പോൾ കറക്റ്റ് 12:40 ആയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഓർഡർ. നേരത്തെ പോകണ്ടായിരുന്നു, ഒരു 10-15 മിനിറ്റ് ലേറ്റായി പോയി ATM കാരണം. സുധീഷേ, ജീവിതം അങ്ങനെയൊക്കെയാണ് മനസ്സിലായി. അപ്സും വരും ഡൗൺസും വരും, അതൊക്കെ നമ്മൾ സഹിച്ചേ പറ്റൂ. ഇതാണ് സെൽഫ് മോട്ടിവേഷൻ, മനസ്സിലായി. അല്ലെങ്കിൽ പറഞ്ഞ് നമ്മൾ തന്നെ സമാനപ്പെടുത്തിക്കണം. ചെറുതി ഫുൾ ബ്ലോക്ക് ആണല്ലോ, ഇതിങ്ങനെ കയറിപ്പോൾ നമ്മൾ ഇടയിൽ കൂടെ. റൈറ്റ് കയറാൻ തെറ്റാണ്, കയറാൻ പാടില്ല. ഇങ്ങോട്ട് കയറി വാ, ലെഫ്റ്റ് കയറി വാ. നമ്മളങ്ങനെ കിള്ളിപ്പാലം എത്തിയിട്ടുണ്ട്. ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്. ആറ്റുകാൽ പോകുന്ന റോഡാണ്. ഇതുവഴി കയറി നേരെ കൊഞ്ചിറുള്ളപ്പോൾ. ഈ ലൊക്കേഷൻ പൊളിയില്ലേ, സൂപ്പറാണ്. ഈ ബൺ റോഡ് റൈറ്റ് സൈഡിൽ ആ റോഡിൽ കൊണ്ടേക്കും. പിന്നെ കംപ്ലീറ്റ് പ്രകൃതി രമണീയമായ കാഴ്ചകളാണ്. പ്രകൃതി രമണീയം പറയാത്ത ഒരു വ്ളോഗില്ല. എല്ലാ വ്ളോഗിലും പറയും പ്രകൃതി രമണീയമായ കാഴ്ചയാണ്. അതൊരു പൈങ്കിളി വാക്കാണ് അല്ലേ, പ്രകൃതി രമണി. നമ്മളെ ട്രിവാൻഡ്രം ഭാഷ പറയുകയാണെങ്കിൽ പൊളി അല്ലേ, അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. പൊളി സീനറി, അടിപൊളി ഇല്ലേ. ഇവിടെയൊക്കെ സൂപ്പറായിണ്ട. ഈ മഴ സമയത്തൊക്കെ റൈഡ് പോകുമ്പോൾ വേറെ ലെവൽ സീനറിയാണ്. നല്ല പച്ച. ഓക്കെ, നമ്മളങ്ങനെ കൊഞ്ചിറോളം എത്തിയിട്ടുണ്ട്. നേരെ കാണുന്ന കൊഞ്ചിറോള കോവിൽ. ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. ഒരു മിനിറ്റ് മാപ്പ് നോക്കിക്കൊണ്ട്. പൂവേ പൂവേ പാലപ്പൂവേ. ഓക്കെ, മാപ്പ് ഇവിടുന്ന് ലെഫ്റ്റിലാണ് കാണിക്കുന്നത്. വണ്ടേ വാർമുകിൽ വണ്ടേ. ഇവിടുന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത്. ഇവിടെ നേരെ പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റാ. ശരി, ഓക്കെ. എവിടെ പോണത് വണ്ടി ഇല്ല. മാപ്പ് നോക്കിയില്ല ഞാൻ പോയത്. ഇപ്പം എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങോട്ട് കാണിക്കുന്നത്? ശരി, ഹൗസ് നമ്പർ എത്ര? തുടങ്ങി ഇന്നലത്തെ പോലെ പണി. 14 പറഞ്ഞ് അവിടെ തന്നെ. ഓക്കെ. ഈ മാപ്പിന് എന്തോ വട്ട് പിടിച്ചു കേട്ടാ, ചുമ്മാ ആവശ്യമില്ല കറക്റ്റ് കാണിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് തുടങ്ങിയാണ് അതുപോലെ. 886 പൈസ. ഇത്ര 786 കാണിക്കുന്നത്. കുഴപ്പമില്ല. എത്ര ഉണ്ട്? അത്ര കാണിച്ചത് നിങ്ങൾക്ക്? ഉണ്ടെന്നാ. ശരി, താങ്ക് യു. ശരി എന്നാ. ഓക്കെ, ശരി. സംഭവം ക്യാഷ് കളക്ഷൻ ആയത്. നല്ല കസ്റ്റമർ കേട്ടോ. ഓക്കെ, പോന്നാ. ക്യാഷ് പേയ്മെൻറ്റ് 886 കസ്റ്റമർ 920 തന്ന് ടിപ്പ് ഉൾപ്പെടെ. കൊള്ളാം കേട്ടോ, നല്ല കസ്റ്റമർ. പൈസ ഒന്നുകൊണ്ടല്ല, ആ ഒരു ഇത് കണ്ട ബഹുമാനം. അതൊരു ഹ്യൂമാനിറ്റിയാണ്. ഇത്രയും മഴയത്ത് കഷ്ടപ്പെട്ട് നമ്മൾ വർക്ക് ചെയ്യില്ലേ, അപ്പോൾ ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും സഹായം ആവുമല്ലോ എന്ന് പറഞ്ഞ് ചെയ്യണതൊക്കെ. സത്യം പറഞ്ഞാൽ പൈസയല്ല വിഷയം ഇവിടെ. നിങ്ങൾ ആ പെരുമാറ്റം ഉണ്ടല്ലോ, ഒന്ന് ഫുഡ് വാങ്ങി നേരത്തെ ഒന്ന് ചിരിച്ചുകൊണ്ട് താങ്ക്സ് പറഞ്ഞാൽ മതി, വേറെ ഒന്നും വേണ്ട. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ടിപ്പ് ഒരു ബോണസാണ് നമുക്ക്. ഓക്കെ, പൈസ അടച്ചിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, ഇത്ര തീരും. ഇനി നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് റിസീവ്ഡ് നമ്പർ ക്ലിക്ക് ചെയ്താൽ മതി. ഓർഡർ ഡെലിവർഡ്. ഓക്കെ, ഗ്രേറ്റ് ജോബ്, ഡെലിവറി കംപ്ലീറ്റ്. ട്രിപ്പ് ഏണിംഗ് എത്ര? 84 രൂപ 80 പൈസ പ്ലസ് 5 രൂപ. മൊത്തം കിട്ടിയ പേയ്മെൻറ്റ് മൊത്തം 89 രൂപ 80 പൈസ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ. ഓഫ്ലൈനായി, ഓൺലൈനാവും. പിന്നെ ചുമ്മാ ഓഫ്ലൈൻ വന്നിട്ട് ഭ്രാന്താ. പൈസ അടച്ചില്ല, പിന്നെ ഓഫ്ലൈൻ ആവണത്. പൈസ അടച്ചില്ല, ഓഫ്ലൈൻ ഓട്ടോമാറ്റിക്കായിട്ട്. ഓക്കെ, അപ്പോൾ പോകുന്ന വേറെ വിഷയമൊന്നുമില്ല, വേറെ ഒരു വിഷയമില്ല. ലൈഫ് അടിച്ച് പൊളിക്കണം ഇത്ര തന്നെ. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അല്ലാസലാണ് മണക്കാട്. അപ്പോൾ കുഴപ്പമില്ല, ഓർഡർ അടിച്ചുകൊണ്ടിരിക്കല്ലേ. സൂപ്പർ, മഴയാണ്ടാണ്. വണ്ടേ വാർമുകിൽ വണ്ടേ. കുഴപ്പമില്ല, മൂടൊന്ന് മാറി പയ്യെ. ആദ്യ ഒരു സമയത്തൊരു വശമുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ തന്നെ മണക്കാട് അല്ല എത്തിയിട്ടുണ്ട്. ഒന്ന് റൈറ്റ് റിപ്പോർട്ടാണ്. വെയിറ്റ് ചെയ്യണം. വെയിറ്റ്. താങ്ക് യു. ഓക്കെ, നല്ല ബ്ലോക്കാണല്ലോ. ഇന്നലെയും ബ്ലോക്ക്, ഇന്നും ബ്ലോക്ക്. ഈ ഏരിയ എപ്പോഴും ഇങ്ങനെയാണല്ലോ, ഫുൾ ടൈം ബ്ലോക്ക് ആയിരിക്കും മണക്കാട്. റീച്ച് ലൊക്കേഷൻ റെഡിയായോ? ഇല്ല, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഫുഡ് റെഡിയായി. പാപ്പ എടുക്കാം.
3312. ഓക്കെ, അങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൊമാറ്റോ വർക്ക് ചെയ്യുന്ന പുള്ളിയുടെ ഒരു ഫോൺ മിസ്സായി പോയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഓർഡർ പിക്ക് ചെയ്ത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് പോകാൻ വീണെന്ന് പറഞ്ഞു. എവിടെ പോയെന്നൊരു പിടിയില്ല. ഞാൻ എൻ്റെ ഫോണിൽ കോൾ ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല. ശരി വാ, നമ്മൾ ഓർഡർ പിക്കഡ് ഓർഡർ. ഇവിടെയൊക്കെ പുള്ളി നോക്കിയായിരുന്നു ഫോൺ മിസ്സായെന്നുള്ളത്. കയറി റോഡിൽ വിടുകയാണ്. ഒന്നാലും ആരെയും എടുത്താണ്, ഇല്ലെങ്കിൽ വണ്ടി കയറിക്കാണ്. കെട്ടിയുണ്ട് പാവം. സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് ഇതുപോലത്തെ സിറ്റുവേഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലല്ലേ. നമുക്കൊരു 1000 പോയി എത്രയല്ല 1000 തിരിച്ച് വരും. പക്ഷേ പുള്ളിക്കാരൻ്റെ ഫോൺ പോയണ്ട. ഒരു ഫോണിൻ്റെ വില എങ്ങനെ പോലെ 15,000 രൂപ കുറഞ്ഞതല്ലേ. ഫോൺ കിട്ടിയതോ പുള്ളിക്ക്. ഇതൊക്കെയാണ് മഴയത്ത് വർക്ക് ചെയ്യുമ്പോൾ എന്തുമാത്രം നഷ്ടം കണ്ടോ നമുക്ക്. അപ്പോൾ മഴ കാരണം പല സിറ്റുവേഷൻ വരാറുണ്ട്. ചിലപ്പോൾ വണ്ടി കംപ്ലൈൻറ്റ് ആവും. അപ്പോൾ ഇതുപോലെ മൊബൈൽ മിസ്സായി പോകും കയ്യിൽ നിന്ന്. പിന്നെ മൊബൈൽ കംപ്ലൈൻറ്റ് ആവും മഴ നനഞ്ഞ്. അങ്ങനെ കുറേ നഷ്ടങ്ങൾ നമുക്കുണ്ട് ഈ മഴ സമയത്ത്. പിന്നെ എല്ലാം കറക്റ്റായിട്ട് ഓടിക്കഴിഞ്ഞാൽ ലാഭമാണ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വഴുതക്കാടാണ്. ഇവിടുന്ന് 4.1 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ മണി ഇപ്പോൾ കറക്റ്റായിട്ട് 1:15 ഓക്കെ. ഇപ്പോൾ വേറെ വിഷയമൊന്നുമില്ലോ. വേറെ ഒരു വിഷയമില്ല. വിഷയം ഉണ്ടായിരുന്നു, അത് വിഷയം ഇല്ലാതെ നമ്മൾ വിചാരിച്ച് പോയാൽ മതി. അത്രേ ഉള്ളൂ. ഇപ്പോൾ മഴയൊക്കെ പോയി ഒട്ടും തന്നെ മഴയില്ല. ഇപ്പോൾ നല്ലപോലെ ക്ലിയർ ആയിട്ടുണ്ട് സ്കൈയൊക്കെ. അതായത് സ്കൈ ക്ലിയർ ആയെന്ന് പറയാൻ പറ്റില്ല, നല്ല ക്ലൗഡി ഉണ്ട്. മഴയില്ല അത്ര തന്നെ, നല്ല വെളിച്ചുണ്ട് ഇപ്പോൾ. ഓക്കെ, നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് നേരെ പോയിട്ട് തമ്പാനൂർ. അവിടെ നിന്ന് നമ്മൾ നേരെ ശാസ്താംകോൽ റോഡ് വഴി കയറി ബാക്കറി ജംഗ്ഷൻ, പിന്നെ നേരെ വഴുതക്കാട്. അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ പോകുന്ന അപ്പോൾ റെയിൻകോട്ടൊക്കെ ഊരി വെച്ച് ചൂട് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് റെയിൻകോട്ടില്ല. അപ്പോൾ ഇനി മഴ പെയ്യില്ല. റെയിൻകോട്ട് പാൻറ്റ് ഊരിയില്ല, പാൻറ്റ് ഇരിക്കട്ടെ. കാരണം പെട്ടെന്ന് മഴ വരുന്ന കഴിഞ്ഞാൽ പാൻറ്റ് ഇടാൻ പാടാണ്. അപ്പോൾ ഇപ്പോൾ കേട്ട ഓർഡർ പേയ്മെൻറ്റ് 70 രൂപ 66 പൈസയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് പോകേണ്ട സ്ഥലം മദർ വെച്ച് പ്ലാസയാണ്. ഇവിടെ നിന്ന് അടുത്തിന് ഒരു 1.5 കിലോമീറ്റർ ദൂരം കാണും. ചേട്ടാ, അപ്പോൾ കുറച്ച് മുമ്പ് കണ്ട പയ്യന്മാരവരൊക്കെ അപ്പോൾ നമ്മളെ ചാനൽ ചോദിച്ച് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുത്ത്, ട്രാവൽ വ്ലോഗ് സൊമാറ്റോ വ്ലോഗ് എല്ലാം ഉണ്ട്. ചാനലിൻ്റെ പേര് KLTN വ്ലോഗാണെന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരന്മാർ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹായ് പറ. ഓക്കെ, ശരി എന്നാൽ അത്രേ ഉള്ളൂ കേട്ടോ. യാതും ഊറ് യാവറും കളിർ, മനസ്സിലായോ? എന്ന് വെച്ചാൽ തമിഴ് വാക്കാണത്. അതായത് ഇപ്പം പറഞ്ഞതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമായാലും ആൾക്കാരായാലും നമ്മൾ അത് കമ്പനി അടിച്ച് നല്ലപോലെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോണം എന്നാണ് അർത്ഥം തോന്നുന്നത്. അത്ര തന്നെ. എല്ലാവരും മനുഷ്യരല്ലേ അല്ലേ? ഇപ്പോൾ എല്ലാവർക്കും ഒരേ ഫീലിങ്സ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ ഫ്രണ്ട്ഷിപ്പായിട്ടിരിക്കണം എന്നൊക്കെയാണ് പറയണമെന്ന് തോന്നുന്നത്. കറക്റ്റായ അർത്ഥം അതാണെന്ന് തോന്നുന്നത്, അറിഞ്ഞൂടാ. ഓക്കെ, ലൊക്കേഷൻ താറായി അസീസ് റെസ്റ്റോറൻറ്റ്. അസീസ് അല്ലല്ലോ, മദർ വെച്ച് പ്ലാസ. എപ്പോഴും അസീസ് പറഞ്ഞ് അതേ വായിൽ പറഞ്ഞല്ലേ. ഓക്കെ, റീച്ച് ലൊക്കേഷൻ റെഡിയായി സൂപ്പർ. 5173 സാദാ മീൽസ് 5173. ഓക്കെ, ഓർഡർ പിക്കഡ്. വണ്ടി ലുക്ക് അല്ലേ, ഒരു രക്ഷയില്ല, സൂപ്പർ കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി എത്ര വർഷം കണ്ടാലും മടുക്കില്ല അല്ലേ, കണ്ടുകൊണ്ടിരിക്കാം. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 1:45 നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വഴുതക്കാടാണ്. ഇവിടുന്ന് 1.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം സാദാ മീൽസാണ്. റെയിൻകോട്ട് ഊരിയപ്പോൾ ഒന്ന് സുഖമുണ്ടോ? നല്ല കാറ്റുണ്ട് ഇപ്പോൾ. അതായത് മഴ സമയത്ത് റെയിൻകോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ദേഹം നനയും. മഴ ഇല്ലാതെ റെയിൻകോട്ട് ഇട്ടാലും ദേഹം നനയും, വേർത്ത്. എന്ത് കാണിക്കുന്നു നടറോട്ട് കിടന്നുകയറി. അവിടെ തിരിയുന്നു, ഇവിടെ തിരിയുന്നു. ഇന്ത്യ ഇട്ടിട്ട് അങ്ങേര് കണ്ടില്ലല്ലോ. ശരി, കുഴപ്പമില്ല, പോട്ടെ, നോക്കി പോകണം. ഓക്കെ, ലൊക്കേഷൻ തറായി ഗാന്ധിനഗർ. ഇവിടെയാണ് പോകേണ്ടത്. റീച്ച് ലൊക്കേഷൻ 330A ആണ്. 130 അപ്പുറത്ത്. ഇവിടെ അല്ലേ? ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. അടുത്ത ഓർഡർ അടിച്ചല്ലോ. സൂപ്പർ. ബിരിയാണി ലൈഫ് അടുത്ത് തന്നെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 46 രൂപ 78 പൈസയാണ്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ബിരിയാണി ലൈഫ് ബാക്കറി ജംഗ്ഷനിൽ പോകണം. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് ഇവിടെ വണ്ടി വയ്ക്കാനാ. റിച്ച് ലൊക്കേഷൻ റെഡിയായി. വാ, പോയി എടുക്കാം. കംപ്ലീറ്റ് ചെളിയാണല്ലോ തറ മൊത്തം. ചെറുക്കടിച്ച് വീട് മുക്കിയാറ്. നല്ല വെള്ളമുണ്ട്. ഇവിടെ ആരും ഇല്ലേ? റെഡി വന്നേ. ആരും ഇല്ല ഇവിടെ. ഹലോ. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചോണ്ടാണ് എടുക്കാൻ പാടുണ്ട. എന്തൊക്കെ വെച്ചേക്കണതൊക്കെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ആൾക്കാരെ. കഥ വിരിക്കുന്നത് പോരെ. ഇതിനിടയ്ക്ക് ഒരു കർട്ടൺ. ആ കർട്ടണാണെങ്കിൽ ഓരോ കർട്ടണ് 10 കിലോ ഉണ്ട്. ഓരോ ലെയറാണ്. അതിന് തള്ളി നിൽക്കാൻ പറഞ്ഞ പാട്. പക്ഷേ എൻ്റെ അമ്മോ, ഓരോരുത്തന്മാർ റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കണ ശല്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ. ഇപ്പോൾ ചർക്കടിച്ച് വിടാൻ സ്ലിപ്പാവണം. ദൈവമേ, സൂക്ഷിച്ചോ ചർക്കിന്.
അപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 1:55 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കിള്ളിപ്പാലം ബണ്ട് റോഡാണ്. ഇവിടെ 3.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ലക്നൗവി വെജ് കിലോ ബിരിയാണിയാണ്. കിലോ ബിരിയാണി എത്ര കിലോ ബിരിയാണി എന്ന് പറഞ്ഞില്ലല്ലോ, ചുമ്മാ ഫണ്ണ് ജോക്ക് ഇല്ല. അതൊരു പേര് കിലോ ബിരിയാണി. ഞങ്ങൾ സൈറ്റ് അടിപ്പോം, ദം അടിപ്പോം, ബസ്സിലെത്താൻ തൊങ്കിയിട്ട് പോ, ഫിഗർ മട്ടും കറപ്പണ്ണ മാട്ടോ. ഇതൊക്കെ പഴയ പാട്ടുകളാണ് അതൊക്കെ. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ഇവിടെ പറഞ്ഞത് മാപ്പ് നോക്കിയാലോ. അതൊരു വീടല്ല, അതൊരു കടയാണ്. അടുത്തിന് ഇവിടെ നേരെ പോയി ലെഫ്റ്റ് 50 മീറ്റർ ദൂരമേ ഉള്ളൂ. ക്രോംപ്ടൺ സർവീസ് സെൻ്ററാ. ശരി, ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ, താങ്ക് യു. നല്ല കസ്റ്റമർ. ഇതൊക്കെ ഫുൾ മാർക്ക് കൊടുക്കാം. ചിരിച്ചുകൊണ്ട് താങ്ക്സ് പറഞ്ഞില്ലേ, ഇതൊക്കെ ഫുൾ മാർക്ക് കൊടുക്കണം. ഫുൾ റേറ്റിംഗ്. ഓക്കെ, സൂപ്പർ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 63 രൂപ 79 പൈസയാണ്. അടുത്ത ഓർഡർ വെച്ചിട്ടുണ്ട് പായസക്കട, വലിയശാല കൊച്ചാർ റോഡ്. എവിടെ വരെ ഇത്? അടുത്തതിന് 500 മീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ കമോൺ. പക്ഷേ എൻ്റെ അമ്മോ, ഇതെന്തോ ട്രാഫിക് ബ്ലോക്ക് ഇത്. സിറ്റിക്കകത്ത് വണ്ടികൾ കൂടിപ്പോയി ഒരുപാട്. ഓക്കെ, ഞാൻ AP പായസക്കട എത്തിയിട്ടുണ്ട്. AP ട്രേഡേഴ്സ് രണ്ടും ഒന്ന് തന്നെ. AP പായസക്കട ഇത് റെഡിയായേ? ഓക്കെ, അടിപൊളി പായസത്തിന് മണം കേട്ടോ. അടപ്പായസം, പാൽപ്പായസം, സേമിയ പായസം, എല്ലാ പായസവും ഉണ്ട്. ഒരു രക്ഷയില്ല, കൊതിയാവണം. ഓക്കെ അപ്പോൾ പോകുന്ന. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ സൂപ്പർ ലൊക്കേഷനാണ്. ഇതുവരെ പോകാത്ത ലൊക്കേഷനാണ്. എവിടെ നിന്ന് പറ, ഒരു ഗസ് ചെയ്യ്. നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രം എയർപോർട്ട്. സാധാ എയർപോർട്ടല്ല, ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് പോകുന്നത്. ശരി, എന്നെ ഇപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം അടപ്രഥമനാണ്. മണി ഇപ്പോൾ 2:15 ഇനി ഒരു 3/4 മണിക്കൂർ സമയമുണ്ട്. ആ 3/4 മണിക്കൂർ 3 ഓർഡർ അടിക്കും. എത്ര തന്നെ. എന്തായാലും എന്താ വ്ളോഗ് കൊള്ളാം. എയർപോർട്ട് കാണാൻ പറ്റില്ലോ അല്ലേ? ഓക്കെ, നമ്മളൊരു മാൾ ഓഫ് ട്രാവൽ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ പാലം കയറി ലെഫ്റ്റ് പോകണം. ചെറിയൊരു ടെൻഷൻ ഉണ്ട് മനസ്സിനകത്ത്. വേറെ ഒന്നുമില്ല, ക്യാമറ ഇനി അലോടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എയർപോർട്ടിനകത്ത്. കുഴപ്പമൊന്നുമില്ലല്ലേ, വ്ളോഗല്ലേ, വേറെ ഒന്നും ഇല്ലീഗലായിട്ട് ചെയ്യണില്ലല്ലോ. നമ്മൾ ബോംബൊന്നും നോക്കാൻ പോകണില്ലല്ലോ അല്ലേ? അപ്പോൾ ഇതൊക്കെ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നോക്കിയാൽ മതി ട്രാവൽ ലോഗ് നടത്താൻ. അല്ലാതെ ദിസ് ഈസ് നോട്ട് എ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. ഓക്കെ. എയർപോർട്ടിൽ പോകുമ്പോൾ സുധീഷ് ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ വരും. അതൊക്കെ നമ്മൾ ആരല്ലേ. ഓക്കെ, ലെഫ്റ്റിലാണ് പോകേണ്ടത്. ട്രിവാൻഡ്രം എയർപോർട്ട്, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് സ്വാഗതം. T2 ടെർമിനൽ 2 ആണ്. അണ്ണാൻ കുഞ്ഞ് പോകണം നമുക്ക്. പോകാമല്ലോ, ലെഫ്റ്റ് സൈഡ് വഴി. സൊമാറ്റോ. ഓക്കെ ഒരു കുഴപ്പമില്ല. നോ ഇഷ്യൂ, നോ ക്യാമറ ഇഷ്യൂ. സൂപ്പർ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട്. വാവ് സൂപ്പർ കേട്ടാ. ഇവിടെ ഒരു ദിവസം പോകണ്ട സുധീഷേ, പോകണം അല്ലേ? ചള്ള ഫ്ലൈൻ ഇതാ ഫ്ലൈൻ നിൽക്കുന്നു. ചെറിയ ഫ്ലൈൻ കാണാൻ പറ്റണ. സ്പൈസ് തിറ്റാണെന്ന് പോകട്ടാ. വെള്ളയും ചുവപ്പും കളറിൽ കിടക്കണം. ഇതുവരെ നെഞ്ചിലിരിക്കും ചില തുன்பங்களை நாம் மறப்போம், கடிகாரம் முள் துளைத்து தொடுவானம் வரை போய் வருவோம், അടൈമഴை വാസൽ വന്നാൽ. എങ്ങോട്ട് പോകേണ്ടത് വഴി? അപ്പുറത്ത്. ഓ സൂപ്പർ നോവ, ഇത് എന്ന വാനവിൽ തീയായി. എയർപോർട്ട് എന്ന് പറയുമ്പോൾ അയൺ സിനിമ ഓർമ്മ വരും അല്ലേ? അയൺ സിനിമ മൊത്തം എയർപോർട്ടാണ്. എയർപോർട്ട് സ്മഗ്ലിങ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അങ്ങനെ ട്രിവാൻഡ്രം എയർപോർട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് വെയിറ്റ് ചെയ്യാം. കസ്റ്റമർ വിളിച്ചിട്ട് അങ്ങോട്ട് പാർക്ക് ചെയ്യണ്ട, ഈ സൈഡിൽ പാർക്ക് ചെയ്യാം മതി. കസ്റ്റമർ വിളിച്ച് നോക്കാം. സൂപ്പർ അല്ലേ എയർപോർട്ട്? ഇത് വലുതായിരിക്കും. എൻ്റെ അമ്മ പൊളപ്പം തന്നെ. അവിടെയാണെന്ന് തോന്നണം. നോക്കട്ടെ. ആ വ്ളോഗാണ്, KLTN വ്ളോഗ്. KLTN കാണാറുണ്ടോ വീഡിയോസൊക്കെ? ഒരു മിനിറ്റ്, കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നു തോന്നുന്നു. കൊടുത്തിട്ട് പോരട്ടാ. കൈവിട്, അടിച്ച് പൊളിക്കണം ഗൈസ്. ഓക്കെ, ഇതാ പറഞ്ഞു. ഒരു മിനിറ്റേ, ഇതാണെന്ന് തോന്നുന്നു. ഷാറ തോമസ് ആണോ? ഓക്കെ റീച്ച് ലൊക്കേഷൻ. ശരി, ഓക്കെ ഓർഡർ ഡെലിവേർഡ്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബറാണ്. പേരെന്താണ്? ഗിരിജർ. എവിടെയാണ്? ഇവിടെ ചുമ്മാ കറങ്ങിറങ്ങിയാ. അപ്പോൾ ഏതാ വീഡിയോ ഫുള്ളും കാണാതാ? ഷോർട്സ് മാത്രം കാണോ? ഷോർട്സ് ആണല്ലേ? അത് ചോദിച്ചത്. ചില ആൾക്കാർ ഷോർട്സ് കാണുള്ളൂ, ഫുള്ളും കാണൂല. അപ്പോൾ എല്ലാം കണ്ടാൽ കൊള്ളായിരുന്നു. നമുക്കൊരു ചെറിയ റീച്ച് കിട്ടും. വണ്ടി സൂപ്പറായി. അത് റോയൽ എൻഫീൽഡ് ഫ്രണ്ടിൻ്റെയാ. വർക്ക് എന്ത് വർക്ക് ചെയ്യുന്നത്? പഠിക്കുകയാണല്ലേ? ശരി. ഓക്കെ, വീട്ടിലൊക്കെ പറയണം ഫാമിലി വ്ളോഗ് കാണാനായിട്ട്. ഫാമിലി വ്ളോഗ് ഉണ്ട് നമ്മളടുത്ത്. അപ്പോൾ അതൊക്കെ വീട്ടിലൊന്നും ചില അമ്മമാരൊക്കെ കാണും, ഇഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് റീച്ച് കിട്ടും നല്ലപോലെ. അപ്പോൾ എന്ത് പഠിക്കണം? ബിടെക്. സൂപ്പർ. 4th ഇയർ. അപ്പോൾ അടുത്ത പ്ലാൻ തോന്നുന്നു ജോലിക്ക് തന്നെ അല്ലേ? അടുത്ത് പഠിക്കാൻ M.Tech ഒന്നും ആഗ്രഹമില്ലേ? മതിയില്ലേ? ശരി, അപ്പോൾ ഓക്കെ പോട്ടാ. അപ്പോൾ സമയമായി. ഓക്കെ ബൈ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം. സുധീഷ് ഇപ്പോൾ ഡയലോഗ് പറ. ലൈഫ് അടിച്ചു പൊളി. അത് അടിച്ചു കയറിയ മറ്റേ ജോസ്, ദുബായ് ജോസ് പറ. ഞാൻ സുധീഷാണ്. അത്ര തന്നെ കട്ടൊക്കെ നിൽക്കണം. വാ ശരി പോട്ടാ. ഈ വ്ളോഗ് മിക്കവാറും നാളായാലും മറ്റന്നാൾ വരും. ഓക്കെ എന്നാൽ പോട്ടാ. ഓക്കെ ഔട്ടങ് അതുവഴിയല്ലേ?
ഓക്കെ 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 അപ്പോൾ പോകുന്ന സമയം കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് നോക്കി എത്രയാണെന്നുള്ള ഒരു മിനിറ്റ്. ഓക്കെ അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 79 രൂപ 39 പൈസയാണ്. ഓക്കെ ഔട്ട് ഇതുവഴിയാണ് പോകേണ്ടത്. സംഭവം എയർപോർട്ട് പൊളിയില്ല, ഒരു രക്ഷയില്ല, അടിപൊളിയാക്കണം. എയർപോർട്ട് അല്ലേ, എന്ത് ലുക്കായിരിക്കും കാണാൻ, വേറെ ലെവൽ. ഇവിടെ കാണിച്ചിട്ടുണ്ടേ, സൂപ്പറല്ലേ. ജാളി ജാളി ജക്ക് ജക്ക് ജലക്ക് ജക്കാടി മലമ പിത്താ പിത്താതെ മലമ പിത്താ പിത്താതെ. അങ്ങനെ എയർപോർട്ട് കണ്ട് ബൈ ബൈ ട്രിവാൻഡ്രം സെൻട്രൽ എയർപോർട്ട്, ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഒരു ദിവസം വരാൻ ശ്രദ്ധിച്ചേ, എല്ലാവർക്കും പാസ്പോർട്ട് എടുത്തിട്ട് വിസ എടുത്തിട്ട് എവിടെയെങ്കിലും ടൂർ പോകാം, വല്ല UK അമേരിക്കയോ പോകണം. ഓക്കെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സ്റ്റീം ബോട്ടാണ് മഞ്ചൂർ. വാ അക്സെപ്റ്റ് ഓർഡർ. മഞ്ചൂർ പോകണമെങ്കിൽ ഇതുവഴി പോകണം, നേരെ ഇപ്പോൾ റൈറ്റ് തന്നെയല്ലോ. കുഴപ്പമില്ല, അടുത്ത് തന്നെ പോകുന്ന വഴി തന്നെ. ഓക്കെ സ്റ്റീം ബോട്ട് എത്തിയിട്ടുണ്ട്. റീച്ച് ലൊക്കേഷൻ റെഡിയായില്ല, 7 മിനിറ്റ് ആവും. ഓക്കെ റെഡിയായി, വാ അപ്പോൾ എടുക്കാം. 8457 ആദ്യം തന്നെ. ഓക്കെ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത്, കുഴപ്പമില്ല. കുറച്ച് റെസ്റ്റ് കിട്ടി, ഭയങ്കര ക്ഷീണം എന്ത് നമ്മുടെ കറക്റ്റായി വച്ചോണം, ഇതൊന്ന് ചരിഞ്ഞ് വീണ്ടും ലാസ്റ്റ് കറിയെല്ലാം കളയും. ഓക്കെ പോകുന്ന. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ചാലക്കുടിയാണ്. ഇവിടെ നിന്ന് 3.6 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് പൊതിച്ചോറ് വിത്ത് ഫിഷ് കറിയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 3:10 ആവാറായി. സംഭവം വിശപ്പ് തുടങ്ങി കേട്ടോ, ചുമ്മാ അല്ല, വിശപ്പുണ്ടെങ്കിൽ ക്ഷീണം വരുമല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ രാവിലെ കാപ്പി പിടിച്ചപ്പോൾ 11 മണിയായി, എന്നാലും വിശക്കുമല്ലോ, സമയമാകുമ്പോൾ മണി 3 ആയില്ലേ. മറ്റുള്ളവർക്ക് വിശപ്പിന് വേണ്ടി നമ്മൾ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ നമ്മൾ വിശപ്പിന് ആര് കിടന്ന് ഓടും, നമ്മൾ തന്നെ ഓടണം, അതും ലേറ്റായിട്ട്. ഓക്കെ നമ്മൾ തന്നെ മുറിഞ്ഞമലത്തിനുണ്ട്. ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്. കോസ്മോ ഹോസ്പിറ്റൽ അടുത്തുള്ള റോഡാണ്. ഇവിടെ നേരെ പോയ ചാലക്കുഴിയാണ്. കോസ്മോപൊളിറ്റാണല്ലേ, കോസ്മോപൊളിറ്റാണ് പൊളിറ്റീഷ്യനാണ്, കോസ്മോപൊളിറ്റൻ. അതിന് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ കറക്റ്റ് കണ്ടാ, ഇതിന് കറക്റ്റ് പ്രൊണൗൺസേഷൻ. ഇവിടുത്തെ ആറ്റിൽ വെള്ളം കയറിയിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ടേ സൂപ്പറായിട്ട്, കണ്ടു പോ. എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? എൻ്റെ അമ്മോ, നല്ല വെള്ളമല്ലേ, നല്ല ഒഴുക്കുണ്ടല്ലോ. ഇത് ഓടയാണ് ആറാണ്? ആറായിരിക്കില്ലേ, പഴയ ആറ് ഇതൊക്കെ, ഇപ്പോൾ ഓടയായിട്ട് മാറിയതേ ഉള്ളൂ. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇതൊക്കെ കാണിച്ചില്ല എന്തോന്നല്ലേ മഴ സമയത്തൊക്കെ. ഓക്കെ ലൊക്കേഷൻ എത്താറ്, ഇവിടുന്ന് 1/2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. മാപ്പ് നോക്കിയല്ലോ, വെയിറ്റ്. ഓക്കെ ഇവിടുന്ന് 750 മീറ്റർ ദൂരമേ ഉള്ളൂ. നേരെ പോയി റൈറ്റാണ്. ശരി ഓക്കെ അപ്പം. തേരടി വീതിയിൽ ദേവത വന്ന തിരുവിഴാണ് തെറിഞ്ചിക്കോ. ഓയേ ഇതുപോലെ പാട്ട് പാടുമ്പോൾ ഉഷാറാവണത്, ആണ് ഇടയ്ക്കിടെ പാട്ട് പാടുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും, ക്ഷീണമായിരിക്കും. ടീക്കട വീതിയിൽ ദമ്മ് അടിച്ച തെറിഞ്ചവറാണ് തെറിഞ്ചിക്ക. ഓയേ கோவிலுக்குள்ள காதல சொல்லு செருப்பு இருக்காது தெரிஞ்சுக்கோ. മനസ്സിലായ, നമ്മൾ ലവ് പ്രപ്പോസ് ചെയ്യുമ്പോൾ കോവിലകത്ത് പറയാം, അങ്ങനെ ആകുമ്പോൾ ചെരുപ്പൂരി അടിക്കില്ലെന്ന്, കാരണം ചെരുപ്പ് കാലിൽ കാണൂലല്ലോ. ഓക്കെ ലൊക്കേഷൻ തറ, ഇവിടെ നിന്ന് റൈറ്റിലാണ് പോകേണ്ടത്. കംപ്ലീറ്റ് കരിങ്കല്ലായിരിക്കും, ഒന്നാമത് ഇടയ്ക്ക് പഞ്ചറായതാണ്, ടയർ കയറാൻ പാടില്ല. വാടാ മച്ചാ വയസ്സുക്ക് വന്നിട്ട് 153 അവിടെ ആണെങ്കിൽ ഇത് അപ്പുറത്തായിരിക്കും, ഫെഡറോട്ട് 153 55 ഈ വീട്. ഓക്കെ ഇവിടെ അല്ലേ? ഓക്കെ ലാസ്റ്റ് ഓർഡർ ഡെലിവേർഡ്. ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 63 രൂപ 25 പൈസയാണ്. ഓക്കെ ഇന്ന് മൊത്തം 6 ഓർഡർ 4 മണിക്കൂർ ഉറക്കിയിട്ടുണ്ട്. മൊത്തം കിട്ടിയ പേയ്മെൻറ്റ് ഓർഡർ ആണെങ്കിൽ മാത്രം 263 രൂപ 67 പൈസ, 150 രൂപ സർജ്, എല്ലാം കൂടെ മൊത്തം 413 രൂപ 67 പൈസയാണ്. ഓക്കെ പോകാം. അപ്പോൾ ഇനി വൈകിട്ട് ഓടുമ്പോൾ ഇൻസെൻറ്റീവ് കിട്ടും, എങ്ങനെ പോയാലും 1000 മാൾ കിട്ടുമായിരിക്കും. പെട്രോൾ 200 പോകും കറക്റ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ. ഓക്കെ ഇപ്പോൾ നേരെ ഇങ്ങോട്ട് പോകാം, ഇതുവഴി പോകാൻ, വന്ന വഴി പോകാനാ. മാപ്പ് ഇട്ട് നോക്കാം, ചുമ്മാ അതിന് ആവശ്യമില്ല കാരണം. ഓക്കെ മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ നേരെ പോകാൻ കാണിക്കുകയാണ്. അപ്പോൾ നേരെ പോയ മെയിൻ റോഡാണ്. ഇതെന്തോന്ന് ഓടയാ, അയ്യേ ഇതുവഴി കയറണ്ടായിരുന്നല്ലോ. സംഭവം ഓട വെള്ളമാണ് കണ്ടല്ലോ. നമുക്ക് കാല് തറ വയ്ക്കാതെ പയ്യെ പോകാം. ഓ ഇതാണൊരു കുഴപ്പം, മഴ സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ പോവാൻ അങ്ങനെ കാര്യം കരിങ്കല്ലാണ്, വണ്ടി പഞ്ചറാവുന്ന പേടി, വേറെ കുഴപ്പമൊന്നുമില്ല. മഴ സമയത്തൊക്കെ ഡ്രെയിനേജ് കംപ്ലീറ്റ് വെളി വരും, അതാണ് ഏറ്റവും വലിയ പാട്. വന്നു കഴിഞ്ഞാൽ പല അസുഖം വരും. ആർക്കെങ്കിലും കാലിൽ മുറിവുണ്ടെന്നുണ്ടെങ്കിൽ മഴ സമയത്ത് പുറത്തിറങ്ങൽ ദയവ് ചെയ്ത്, അത് ബൈക്കിൽ മെയിനായിട്ട്. കാരണം ഇതുപോലെ ചെളിവെള്ളം കുഴപ്പമില്ല, ആ ഡ്രെയിനേജ് വെള്ളം വല്ല മുറിവിൽ കൊണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ, സെപ്റ്റിക്കാവും, പഴുക്കും, പിന്നെ പല അസുഖം വരും, വരാത്ത അസുഖം. ഇത് അങ്ങോട്ട് വഴിയുണ്ടോ? അയ്യോ മാപ്പിനെ വിശ്വസിച്ച് പോണത് തേപ്പാണ് ദൈവമേ. ഏതൊക്കെ റൂട്ട് കാണിക്കണേ, വഴിയൊന്നുമില്ല പോണെന്നിട്ട് അതിന് കാണിക്കണേ. ആ മുടുക്കുവഴി വഴിയുണ്ടോ? പോയി നോക്കാം ബാ, എന്തായാലും കണ്ടൻ്റ് ആവും. ഇതുവഴി വഴി ഉണ്ടല്ലേ? ശരി ബാ പോയി നോക്കാം. ഈ റൂട്ട് കണ്ടപ്പോൾ ഒരുമാതിരി ഇരുന്ന്, ശരി വലിയ കുഴപ്പമില്ല ബാ. വഴി ഉണ്ടോ കൺഫേം ആയിട്ടില്ല ഇതുവരെയായിട്ടും. റൈറ്റ് കയറി പോവാം.
ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ശരി ശരി. ഇങ്ങനെയൊക്കെ റൂട്ട് കാണിക്കില്ല ഏട്ടാ. ആ പന്ന റൂട്ട് വഴിയില്ലാത്ത പോലെ ഇരിക്കുന്നത്. ഇതുവഴി നേരെ പോയാൽ മെയിൻ റോഡ് എത്തുന്നതാണ് മാപ്പ് കാണിക്കുന്നത്. നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ മെയിൻ റോഡ് എത്തി. പട്ടം മെയിൻ റോഡ്. സൂപ്പർ. എൻ്റെ അമ്മ. ഓക്കെ, ഇനി പറയാൻ വേറെ ഒന്നുമില്ല. നേരെ വീട്ടിൽ പോയാലോ? അത്ര തന്നെ, ഇവിടെ കട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞത് ചോറ്, പുളിങ്കറി, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കോവയ്ക്ക മെഴുക്ക് വരട്ട്, മുട്ട ഓംപ്ലേറ്റ് മൈ ഫേവറേറ്റ്, പപ്പടം, പിന്നെ ബീൻസ് തോരൻ. സൂപ്പർ അല്ലേ? കഴിക്കാം. കമോൺ ഗൈസ്. ഓക്കെ, നമ്മൾ കഴിക്കാൻ പോവുകയാണ്. വൈഫൂട്ടി അടുത്തുണ്ട്. ഇവിടെ പോണം, നിങ്ങൾ വാ. ഞാൻ ഓർഡർ ചെയ്തത് പുളിങ്കറി എടുത്ത് ഒഴിക്കുക. ഒരു 3 കരണ്ടി എടുത്ത്. ആ ശരി ശരി. പിന്നെ നടുക്കൊരു കുഴി ഒഴിക്കണം. കുഴി കുഴിച്ചിട്ട് എടുത്ത്. ഓ കുഴി മഞ്ഞൾ പോയ്സാ. വാ നേരത്തെ. ഇത് ചോറിന്റെ കുഴിയാണ്. അത് കൊക്കയുടെ കുഴിയാണ്. കൊക്കയുടെ കുഴി വീണ മഞ്ഞൾ പോയ്സ്. ഇത് ചോറിന്റെ കുഴി എങ്ങനെ പറയും? എന്തൊക്കെ പറയണ്ടല്ലേ പിള്ളേരെ ഓരോ വിചാരം. മഞ്ഞൾ പായസം. ശരി, തോരനെടുത്ത് അടുക്ക് വയ്ക്കുക. ഇത് മെഴുക്ക് വരട്ടല്ലേ? തോരൻ എടുത്ത് വയ്ക്കുക. ചേട്ടാ ഇനി ഇങ്ങോട്ട് മൂടണം. മൂടിയിട്ട് ഓംപ്ലേറ്റിന്റെ പീസ് എടുത്ത് ഇങ്ങനെ വയ്ക്കുക. വച്ചിട്ട് ഇങ്ങനെ ഒരു പിടി പിടിച്ചിട്ട് എനിക്ക് വയറാണെങ്കിൽ പോകാതെ. ഇനി ഇവിടെ നിന്ന് നാക്ക വെള്ളം ഉരിച്ച് കൊതി പിടിപ്പിച്ച് എന്റെ വയറ് ചീത്തയാക്കേ പോകണോ? തന്നെ. അപ്പൊ എന്ത് ചെയ്യാം? പറയാമല്ലോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ന് ഓടിയ മൊത്തം കിലോമീറ്റർ 33 കിലോമീറ്ററാണ്. അത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഇത്ര ക്ലിയർ ആയല്ലോ. അപ്പോ എന്റെ വാ, നീ പറയാനുണ്ടാവില്ല? എന്തോ പറയാൻ വന്നല്ലോ. ആ ടൂർ പോവാം. വേറെ ആരും വേണ്ട, ബൈക്കിൽ പോവാം. നീ ഞാൻ മാത്രമായിട്ട് സൂപ്പറായിട്ട് പോവാം. ഞാൻ വൈഷു ടൂർ പോവാണ്. പക്ഷെ കൊച്ചല്ലേ ഇപ്പം, ബാക്കി ഇരിക്കാൻ പറ്റുമോ? ഫ്രണ്ട് ശരിയാവും, ബാക്കി ഇരിക്കണം. ആ സേഫ്. പുതിയ ഹെൽമെറ്റ് ഒക്കെ വാങ്ങിച്ച് റൈഡിംഗ് ഗിയർസ് ഒക്കെ വൈഷൂട്ടി വാങ്ങിച്ചിട്ട് കുറച്ചുകൂടെ വലിയ പിള്ളയാവട്ടെ. സൂപ്പർ. ആ അപ്പൊ എന്നെ കൊണ്ടുപോവാ സ്കൂട്ടറില്. ഒന്നിച്ച് പോവാം. വൈഷൂട്ടി വ്ളോഗ് ചെയ്യും. ഓക്കെ. പിങ്ക് ഗോപ്രോ ക്യാമറ ഓർഡർ ചെയ്യണം. അപ്പൊ കേട്ടല്ലോ, ഗോപ്രോ കമ്പനി അടുത്ത് പറയാണ് ഒരു പിങ്ക് ഗോപ്രോ ക്യാമറ വൈഷൂട്ടി വേണ്ടി നമ്മൾ ഓർഡർ ചെയ്യാണ്. ഇപ്പൊ വേണ്ട, 5 വർഷം കഴിഞ്ഞ് മതി. ഓക്കെ. മതി മതി, ഒരേ പിങ്ക് ആയിരിക്കില്ല. പിങ്ക് പെയിന്റ് അടിക്കാം വീടിന്. പിങ്ക് ചോറ്, പിങ്ക് മുട്ട, പിങ്ക് പപ്പടം, പിങ്ക് തോരൻ, എല്ലാം പിങ്ക് വെക്കാം. ശരി എന്തിയാ തലോ പറയാം. കാരണം ഒറ്റ ലൈഫോ. കമോൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. ബാ 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 ബാ. സൗണ്ട് പോരാ, പവറിൽ പറ. സൂപ്പർ.